ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ചില വലിയ സൗഭാഗ്യങ്ങളുണ്ടെന്ന് വചനത്തിലൂടെ നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കുകയാണ്. നോക്കിയേ, ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് സ്വർഗീയ രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുക. ആരാണ് ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരെ? എങ്ങനെയുള്ളവരായിരിക്കും അവരുടെ മനോഭാവമെന്ന് ഇന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശിശുക്കളെ പോലെ ആയിരിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എന്താണ് ശിശുക്കളുടെ പ്രത്യേകത? ഒരുപാട് നന്മയുള്ള കാലഘട്ടമാണ് ഈ ശിശു കാലഘട്ടം, ശിശു ആയിരിക്കുന്ന കാലഘട്ടം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എന്തോരം നന്മകളായിരുന്നു അല്ലേ? ഈ കള്ളത്തരം എന്നുള്ള അവസ്ഥയൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന കാലഘട്ടം. എല്ലാവരുടെ മനസ്സിലും ഇടം കിട്ടാനുള്ള ഒരു വ്യക്തിത്വം ഈ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ വളർച്ചയുടെ പാതയിൽ ഈ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്നു. നോക്കിയാൽ ഈശോയുടെ ഹൃദയം കീഴടക്കാനായിട്ട് ശിശുവിൻ്റെ ഈ നിഷ്കളങ്കത വളരെ അത്യാവശ്യമാണ്. ഒരു കുഞ്ഞിനെ പോലെ ആയിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളിലേക്ക് തിരികെ നടക്കുമ്പോൾ, ആ നന്മകളെയൊക്കെ ഒന്ന് ആർജിച്ചെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളും ഈ ശിശുത്വത്തിലേക്ക് വളരുന്നുണ്ട്. ഒരു വിശുദ്ധമായിട്ടുള്ളൊരു സമയമാണ് ഈ ശിശുത്വം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന എത്രയധികം നന്മകളായിരുന്നു, എത്രയധികം ഒരുപാട് സന്തോഷം നിറഞ്ഞ അവസ്ഥയായിരുന്നു. കാലഘട്ടങ്ങളൊക്കെ മാറിയപ്പോൾ, ശരീരം വളർന്നപ്പോൾ, മനസ്സ് വളർന്നപ്പോൾ, ബുദ്ധി വികസിച്ചപ്പോഴൊക്കെ നമ്മിൽ നിന്നും ഒരുപാട് നന്മകൾ അന്യം വന്നു പോയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, തിരികെ നടക്കാം. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ ശിശു സഹജമായ നൈർമല്യത, നിഷ്കളങ്കത ഇതൊക്കെ അനിവാര്യമാണ്. നമുക്കും ആ പഴയ കാലഘട്ടത്തിലെ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാനും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും നമുക്കൊന്ന് പരിശ്രമിക്കാം. അങ്ങനെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, നിഷ്കളങ്കമായി ജീവിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയം കീഴടക്കാൻ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലൊക്കെ ഒരു ഇടം കണ്ടെത്താനായിട്ടൊന്ന് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.